ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ മാർച്ച് 5 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നു. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് 2007 ജൂൺ മുതലുള്ള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരത്തിനൊരുങ്ങുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2007 കലാമണ്ഡലത്തെ UGC കൽപ്പിത സർവകലാശാലയാക്കി ഉയർത്തിയത്. ഇതുപ്രകാരം 2011 മാർച്ചിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ കലാമണ്ഡലത്തിലെ അധ്യാപകരിൽ 15 വർഷം സർവീസ് പൂർത്തിയാക്കിയ 33 പേരെയാണ് UGCയുടെ 5ാം ശമ്പള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. സംസ്ഥാനത്ത് മറ്റു യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 2010 മുതൽ 6ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ UGCയുടെ കീഴിലാക്കപ്പെട്ട കലാമണ്ഡലത്തിലെ 33 കലാകാരന്മാർ 5ാം ശമ്പള പരിഷ്കരണത്തിലേക്ക് താഴ്ത്തപ്പെട്ടെന്നും 7ാം ശമ്പള പരിഷ്കരണം വന്നപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥയെന്നും ആരോപണമുണ്ട്. ജീവിതകാലം മുഴുവൻ കലയ്ക്കും കലാമണ്ഡലത്തിനുമായി പ്രവർത്തിച്ച തങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് തുച്ഛമായ വരുമാനം മാത്രമാണെന്ന് കാണിച്ച മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പ് മന്ത്രിമാർക്കും ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതെന്ന് ഫോറം ഭാരവാഹികളായ കലാമണ്ഡലം S ഗോപകുമാർ, കലാമണ്ഡലം VK ഹൈമാവതി, കലാമണ്ഡലം PN ഗിരിജ, കലാമണ്ഡലം PV ഈശ്വരനുണ്ണി, കലാമണ്ഡലം P കൃഷ്ണകുമാർ, കലാമണ്ഡലം P സുജാത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏതൊരു സർക്കാർ ജീവനക്കാരനും സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അവന് ലഭിക്കുന്ന DCRGയും കമ്മ്യൂട്ടേഷനുമാണ് അവനൊരു വീട് പുരവയ്ക്കാനും കുട്ടികളുടെ കല്യാണം നടത്താനും അങ്ങനെ തുടങ്ങിയുള്ള ചെലവിലേക്ക് അവൻ വലിയ സ്വപ്നം കണ്ട് ജീവിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പെൻഷൻ മേടിച്ചാൽ ആദ്യം പോകുന്നത് SBIയിലാണ്. എന്താ, വീട് വയ്ക്കാനുള്ള ലോണ് ആദ്യം അടച്ചിട്ട് വേണം, അല്ലെങ്കിൽ റിക്കവറി നോട്ടീസ് വരും. അത് കഴിഞ്ഞ് അടുത്ത കേരള ബാങ്കിൽ കയറി മകളുടെ കല്യാണം നടത്തേണ്ടേ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും മരുന്ന് മേടിക്കാനുള്ള കാശ് ഇപ്പോൾ ഞങ്ങൾക്ക് പെൻഷനായി കിട്ടുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ദുരവസ്ഥ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് ഡിസംബറിൽ അവകാശ ദിനം ആചരിച്ചു കലാമണ്ഡലം പഠിക്കൽ. അത് കഴിഞ്ഞ് ജനുവരി 21-ാം തീയതി കലാമണ്ഡലം പഠിക്കൽ സൂചന സമരം നടത്തി. ഇനി നമ്മൾ അതിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി തന്നെയല്ല, ഒരു വർഷം മുമ്പ്, ഇപ്പോൾ ശിവരാത്രി കഴിഞ്ഞ ശിവരാത്രിക്ക് മുമ്പ് ഞങ്ങൾ ഓൾ കേരള യൂണിവേഴ്സിറ്റി, ഇപ്പോൾ മറ്റ് സർക്കാർ സർവീസിലുള്ള ആൾക്കാർക്ക് പെൻഷൻ സംഘടനകളുണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റിക്കാർക്ക് പെൻഷൻ സംഘടന ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ പെൻഷൻ സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള 13 യൂണിവേഴ്സിറ്റികളിലെ റിട്ടയർ ചെയ്ത അധ്യാപകരുടെയും ഒരു പെൻഷൻ സംഘടനയുണ്ട്. അതിൽ ഡോക്ടർ സർവവിജ്ഞാനകോശം ഡയറക്ടറായിരുന്ന ഡോക്ടർ AR രാജ സാറാണ് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് യോഗം വിളിച്ചു ചേർക്കുകയും ഈ യോഗത്തിൻ്റെ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് സെക്രട്ടറി തല ചർച്ച വെച്ച് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാം. ഒരു വർഷം കഴിഞ്ഞിട്ടും സെക്രട്ടറി തല ചർച്ച ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ച് 25-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം കലാമണ്ഡലം പഠിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സമരത്തിന് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും പിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 6ാം കമ്മീഷനെ സംബന്ധിച്ചുള്ള അനോമലിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. 7ാം ശമ്പള പരിഷ്കരണം വന്നു. 7ാം ശമ്പള പരിഷ്കരണം വന്നപ്പോഴത്തേക്ക് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും 2019 ജൂലൈ മുതൽ 6ാം ശമ്പള പരിഷ്കരണം 7ാം ശമ്പള പരിഷ്കരണം കൊടുത്തു. കേരള എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ കോളേജുകളിലും. എന്നാൽ കലാമണ്ഡലത്തിലാവട്ടെ 2021 നവംബർ മുതലാണ്, 27 മാസം അപ്പോഴും കലാമണ്ഡലത്തിലെ അധ്യാപകരെ തഴയുകയാണ് ഈ സർക്കാർ ചെയ്തത്. അപ്പോൾ ഇത്തരം കലാമണ്ഡലത്തിലെ അധ്യാപകരോട് കാണിക്കുന്ന ചിറ്റമയ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ശക്തമായ സമരം ആരംഭിക്കാൻ പോകുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.